ഹലോ എവറിബഡി. ടോപ്പ് സിംഗർ സീസൺ 5 നിങ്ങൾക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ഇതാ ഇനിയിപ്പോൾ ടോപ്പ് സിംഗർ സീസൺ 6 തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ മിസ് ചെയ്യുന്ന ആ മുഖങ്ങളിൽ നിന്നും കുറച്ച് മുഖങ്ങൾ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാ എൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ദാ എൻ്റെ കൂടെ നമ്മുടെ ശങ്കരനുണ്ട്, ദേവതീർത്തുണ്ട്, സെബക്കുട്ടിയുണ്ട്, ആർജിത കുട്ടിയുണ്ട്, പിന്നെ നിഹാരയുണ്ട്. എല്ലാവർക്കും വെൽക്കം. എന്താണ് ഒരു എനർജി ഇല്ലാത്ത? അയ്യോ അത്ര മതി. ഇതേപോലെ നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് കുറച്ചധികം നാളുകളായല്ലേ? എത്രത്തോളം മിസ് ചെയ്തു ഇത്? എല്ലാവർക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. നിങ്ങൾക്ക് ഈ സീസൺ കഴിയുവാണ് എന്ന് കേട്ടപ്പോഴത്തേക്കും ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ്സായി? ഇപ്പൊ മനസ്സിൽ ഫസ്റ്റ് ഒരു പേര് വന്നില്ലേ, ആ പേരെങ്കിലും ലോക്ക് ഇടണം. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. ഒറ്റ പേരാട്ടോ പറയാവുള്ളൂ. ഇവിടെ അടുത്ത ആൾക്കാരുണ്ടല്ലോ, ഇവരുടെ പേര് പറ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാ. ശങ്കരനാരെ ഏറ്റവും മിസ് ചെയ്യുന്നത്? ആ പേര് പോരട്ടെ. ഞാൻ ഒറ്റയാളല്ലോ, ഒരുപാട് പേര് പറ്റത്തില്ല. ഒരാളെ പറയാൻ ധൈര്യമുള്ള ആരോടെ ഉള്ളേ? കണ്ടോ, വെരി ഗുഡ്. ആർജിത കുട്ടിക്കുണ്ട്. ആരാടാ? ആ നിനക്കറിയാ? അല്ല നീ പറ. ആർജിതയുടെ ഉത്തരം നീ കണ്ടിരുന്നോ? ആരെയാ പറഞ്ഞേന്ന്? എനിക്ക് ആർജിതയെ മിസ് ചെയ്തേ. ഓ, ആർജിതക്ക് ആരെയാ മിസ് ചെയ്തേ? നിന്നേന്നാ പറഞ്ഞത്. അതെന്താ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു മിസ്സിങ് ഉണ്ടാവാനായിട്ട് കാര്യം? ഞാനത് നിങ്ങളോട് ചോദിച്ചതാണ്. ഇവരോട് ചോദിക്കും, എന്താ ഇവരിങ്ങനെ ഇത്ര കൂട്ട്? രണ്ടും ഏകദേശം ഒരേപോലത്തെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് അവര് ഇത്ര കൂട്ട്. ഭയങ്കര തെറിച്ച് നിൽക്കുന്ന സ്വഭാവമാണ് കേട്ടോ. പറഞ്ഞ കേട്ടോ, തെറിച്ച് നിൽക്കുന്ന സ്വഭാവം. കുശുമ്പോ? എന്തിനു കുശുമ്പ്? വെറുതെ. ആർജിതയും പറഞ്ഞു, ദേവതീർത്തും പറഞ്ഞു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് മിസ് ചെയ്യുന്നതെന്ന്. ഇനി ശങ്കരനാരെയാ മിസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? ധ്യാന. ഓക്കെ. നിഹാരേനെ അനശ്വരേനാണ് ഏറ്റവും മിസ് ചെയ്യുന്നത്. ഈ നിഹാരയ്ക്ക് മിസ് ചെയ്യുന്നേ? അനശ്വര. ഇവര് മൂന്നുപേരും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണല്ലേ? എനിക്ക് ഒരാളെയും കൂടെ മിസ് ചെയ്യുന്നുണ്ട്. ഓ, നിനക്ക് ആരെയാണോ മിസ് ചെയ്യുന്നുണ്ട്? ഞാനേ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യം ഈ ഒരു ടോപ്പ് സിംഗർ സീസൺ 5 ഇവരുടെ മൂന്നുപേരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് ഭയങ്കര അല്ലേ? നിങ്ങളുടെ ഒരു ഗേൾ ഗാങ് നിങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്തെടുത്തത്? സെബ പറയൂ. എനിക്ക് ആദ്യം ഇവളും നീഹാരി അനശ്വരായിരുന്നു കൂട്ട്. പിന്നെ അതിന്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ ഞാൻ വന്നു വിട്ടു. അത് ഞാൻ കുറച്ച് സൈലന്റാ. പിന്നെ ഇവരുടെ കൂടെ പിന്നെ വൈലന്റ് ആയി. ഇൻട്രോവേർട്ട് ആണോ? ഇവള് കുറച്ച് ഇൻട്രോവേർട്ടാ. അപ്പൊ ഞാനും അനശ്വരയും ഭയങ്കര തെറിച്ച് നിൽക്കുന്ന കൂട്ടായിരുന്നു. ഞങ്ങൾ എന്തും പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞങ്ങള് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോ ഇവള് അനശ്വര എന്നിട്ട് സെബ വിളിക്കും, എടി നീയും കൂടെ വാ. അപ്പൊ ഞാനും വിളിക്കാം അവളെ. പണ്ട് ആദ്യമായിട്ട് ഇവളെ കണ്ടപ്പോ ഇവക്ക് ഭയങ്കര ജാട എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നേ. പക്ഷെ എന്താ കുറച്ച് കൂട്ടായി വന്നു. പിന്നെ ഞങ്ങക്ക് മൂന്നുപേർക്കും ഭയങ്കര ഒരേ ക്യാരക്ടേഴ്സ് ആയി. പിന്നെ ഞാൻ പറയുന്നത് ഇവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇവൾക്ക് എനിക്ക് മനസ്സിലാവും. അനശ്വര എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. വൈബ് കണക്ട് ആവും. മനസ്സിലായി. നിങ്ങളിപ്പോ ഈ ഒരു കൂട്ടത്തിലെ കണ്ടിട്ട് ആദ്യം ഇവര് ഭയങ്കര ജാടയാണെന്ന് വിചാരിച്ചിട്ട് പിന്നീട് പരിചയപ്പെട്ടപ്പോ ഇത്ര പാവമായിരുന്നു എന്ന് തോന്നിയത് ആരെയാ? എനിക്ക് തോന്നിയത് ഒരെണ്ണം എനിക്ക് തോന്നിയത് ദേവതീർത്തേട്ടനാ. പാവാണോ ശരിക്കും? നല്ല പാവാണല്ലേ? ശരിയാ. പിന്നെ ആദ്യം കാണുമ്പോ ഒരു ജാട ലുക്ക് ഉണ്ട്. നിങ്ങക്ക് വേറെ ആരെങ്കിലും തോന്നിയോ? അപ്പൊ ദേവതീർത്ഥം ഒന്ന്, പിന്നെ എനിക്ക് നിനക്ക് ആരെയാ തോന്നിയോ? എനിക്ക് ഇങ്ങനെ വെറുതെ നമ്മൾ 2-3 വിളി വിളിക്കണം അവളെ. എനിക്ക് 2-3 ദിവസമായപ്പോ നിഹാരേച്ചി തോന്നിയത്. 2-3 ദിവസം കഴിക്കുമ്പോ നിഹാര ചേച്ചിക്ക് ജാടയെന്ന് തോന്നി. അപ്പൊ സെബ ചേച്ചിക്ക് ജാടയാണെന്നാണ് ദേവതീർത്ത് പറയുന്നത്. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എടാ, കാരണം സഹിതം വ്യക്തമാകണം, അല്ലെങ്കിൽ ഓഡിയൻസ് പറയും വെറുതെ ദേവതീർത്ത് പറഞ്ഞാണ്. ഒരിക്കലല്ലേ, ആദ്യമൊക്കെ വരുമ്പോ ഞങ്ങൾ ചായ കുടിക്കുന്നത് സെബ ചേച്ചി വിളിക്കും പോടാന്ന് പറഞ്ഞു. എടാ, ഞാൻ എപ്പോഴാടാ പറഞ്ഞേ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ ഒരു പിഞ്ചോമനയുടെ മുഖത്ത് നോക്കിയിട്ട് സെബക്കുട്ടിക്ക് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നു? എടാ, നീ വല്ല സ്വപ്നം കണ്ടതാണ്? അന്ന് പല്ല് പോലും എന്റെ നേരെ ആയിട്ടില്ല. ഇപ്പൊ നേരെ ആയോ നിന്റെ പല്ല്? ഇവിടെ അത് പറഞ്ഞപ്പോഴും ഒരാളുടെ പല്ല് ഇളകുന്നുണ്ട്. അതാണോ മിണ്ടാത്തെ? വിന്നറായിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ പോയ പല്ല് വന്നതാണോ? അതിന് പല്ല് പോവാനുണ്ടോ? അതിന് കൊറേ പല്ല് പോവാനുണ്ട്. ഏത് പല്ല് ഇളകുന്നേ? എന്റെ കെന്നയും
കെനൈൻ ഇത് ഇവിടെ ഇരുന്നിട്ട് ഇളകുവാണ്. ഞങ്ങളുടെ പല്ല് ഏത് നിമിഷവും പോകാം. അതുകൊണ്ട് ഇന്റർവ്യൂയുടെ പകുതിയിൽ നിങ്ങളൊരു പല്ല് മിസ്സിംഗ് ആയി കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വീണ് പോയതാണ്. എന്തായാലും ഇപ്പം വിന്നറായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയുന്നുണ്ടോ? ഞാൻ നാട്ടിലൊക്കെ ചെല്ലുമ്പോ എല്ലാരും എന്നെ ഭയങ്കര ഇപ്പൊ ഞാൻ കൊറേ ആൾക്കാർ കെട്ടിപ്പിടിക്കാറുണ്ട്, മുത്തേന്നൊക്കെ വിളിക്കാറുണ്ട്. ഫ്ലെക്സ് എത്ര എണ്ണം കണ്ടു? ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഫ്ലെക്സ് ഒരു ഓൾമോസ്റ്റ് ഒരു കൊറേ സ്ഥലങ്ങൾ വെച്ചു ഫ്ലെക്സ് ഒക്കെ. പിന്നെ ഇപ്പൊ ഭയങ്കര ഇപ്പൊ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോകുമ്പോ എല്ലാരും എന്നെ ആദ്യം തന്നെ കാണുമ്പോ എന്നോട് ചോദിക്കാറുണ്ട്. എന്ത് ചോദിക്കും? മോനെ കോൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ഭയങ്കര സസ്പെൻസ് ആയിരുന്നു എന്തില് കോൺഗ്രാറ്റുലേഷൻസ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. ഇപ്പം ശങ്കരൻ ഒരു മുംബൈ ബേസ്ഡ് മലയാളിയാണല്ലോ. അപ്പം ഹിന്ദി ഫ്ലുവന്റ് അല്ലേ? ഹിന്ദി ഫ്ലുവന്റ്. ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു ഹിന്ദിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടൊരു അവസരം ഞാൻ തരാം. ഹിന്ദിയിൽ ചോദിക്കണം. ചോദിച്ചോ. ആദ്യം നമുക്ക് ആരെടുത്ത് ചോദിക്കണം? ആദ്യം ദേവതീർത്ഥ. ആപ്കാ ഘർ കിധർ ഹൈ? എളുപ്പ ചോദ്യമാണോ ചോദിക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. നിനക്ക് അറിയില്ലേ ആപ്കാ ഘർ കിധർ ഹൈ? ആർക്ക് ഇതിന്റെ ഉത്തരം അറിയാം? തൃശ്ശൂർ. ഹിന്ദിയിൽ ഉത്തരം പറയോ? അമ്മേ മേരാ ഘർ തൃശ്ശൂർ. കറക്റ്റ് ആണോടാ? അതെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ചാൻസ് കഴിഞ്ഞ കേട്ടോ. കുഴപ്പമില്ല. നിഹാര ചേച്ചിയോട് ചോദിക്കണേ. ടോപ്പ് സിംഗറിൽ ഏറ്റവും ഇഷ്ടമുള്ള ജഡ്ജ് ആരാന്ന് ചോദിക്കും. आपको कौन सा जज को सबसे ज्यादा अच्छा लगा आपको टॉप सिंगर में? ഹിന്ദിയിൽ ഉത്തരം പറയണം. MG സർ. MG സർ. അത് MG സർ കറക്റ്റ് ആണോ? അങ്ങനെ പറഞ്ഞ അങ്ങനെയാലും കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ സാധാരണ പറയുന്നത്. ഓക്കെ, ഇനി MG സാറിനെ അനുകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ നിഹാര അനുകരിക്കോ? അനുകരിക്കില്ലേ? കണ്ടോ, ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നോടോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കണ ആരോട് വേണം എന്തെങ്കിലും ചോദിച്ചത്. ദേവതീർത്ത് ഒരു പാട്ട് പാടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു കോമെന്റ് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. മോനെടാ നീല്ലേ അവിടെ നീ എന്തോ പാടിയത്, നീ എന്തോ പറഞ്ഞത്, എനിക്ക് ചിരി വന്നു കേട്ടോ. പിന്നില്ലേ മറ്റേ അവിടെ ഇല്ലേ, അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പ്ലാച്ചി ശബ്ദമായിട്ട് പാടി. ഓക്കെ, കൊള്ളാം. എന്തായാലും നമ്മുടെ പിള്ളേരെ കൊണ്ട് ഇത്ര നേരം ഞാൻ സംസാരിപ്പിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ അടുത്തുനിന്ന് ഒരു പാട്ടായിരിക്കും. എടാ, നമ്മുടെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഫാൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് സോങ് ആയാലും നമുക്ക് ആദ്യം. ഓക്കെ. 1 2 3. നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വച്ചേ, നന്നായി ഞാൻ വെട്ടി അരിഞ്ഞു വച്ചേ, ഇനി നീ നിന്റെ അരികിൽ വരും, കിളിപ്പാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം, പറയൂ നീ മൃദുലേനി എന്തു പകരം തരും, നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില നൂറൊന്നു തേച്ചു തരാ, എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാ, ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക ഞാൻ എന്നെടുത്തു വച്ചേ, എന്റെ വെറ്റില താമ്പളത്തെ, ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. അടിപൊളി, സൂപ്പർ. അപ്പം ആ സോങ് പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ നിഹാരെ പറ്റിയിട്ട് ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ. മരത്തിന്റെ മേലെ കയറി ഇരുന്നിട്ട് പാട്ട് പഠിക്കുന്ന ആളാണ്. എന്താണ് ആ കഥ? അതെ അതെ, അതവിടെ നമ്മുടെ അവിടെ ഒരു പേരമരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചു വരുമ്പോ ഞങ്ങൾ ചിലപ്പോ നേരെ റൂമിക്ക് വന്നിട്ടായിരിക്കും പാട്ട് പഠിക്കണമല്ലോ. ഇവള് പാടി അതിന് കയറാം എന്നിട്ട് ഇവള് വലിയ നമ്മ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ അന്തം വിട്ടിക്കും. ഇവള് എങ്ങനെയൊക്കെ കയറിപ്പോണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതവിടെ കൊറേ ഈ ഇതിന്റെ ചില്ലൊക്കെ ഇല്ലേ, ഞങ്ങളെല്ലാരും കൂടെ മുറിച്ചു വിട്ട ചില്ലയൊക്കെ ഉണ്ട്. മുറിച്ചു വിട്ട ചില്ലയൊക്കെ ഉണ്ട്. അതിലൊക്കെ ചവിട്ടി പേരയും മാവും കൂടെ നിക്കുന്നേ.
ആ അപ്പൊ അതിലിങ്ങനെ രണ്ടിലും ചവിട്ടി കേറും. കേറും. മുകളിലാകുമ്പോ സമാധാനമായിരുന്നു പാട്ട് പഠിക്കാന്ന് വിചാരിച്ചിട്ടാണോ? കാലത്തൊക്കെ കിട്ടി, വെരി കിളികളുടെ ശബ്ദമൊക്കെ. പക്ഷെ ഞങ്ങൾ സമാധാനമായിട്ട് കയറാൻ സമ്മതിക്കത്തില്ലല്ലോ. അതെന്താ? നമ്മൾ ആദ്യം കേറും. ഓ ഓ ഈ ഇവര് കേറി കഴിഞ്ഞിട്ടാ ഞാൻ അത് കണ്ടേ. ഇങ്ങനെ ഒരു മരം ഇവിടെ കേറായിരുന്നല്ലോ എന്നുള്ളൊരു പണിയുമ്പോ തൊട്ട് ഞങ്ങളവിടെ ഉണ്ട്. അതിന്റെ നേരത്തെയൊക്കെ. പക്ഷെ ഇപ്പൊ അവിടെ ഒരു ഏർമാടം പോലെ ഒരു ബെഞ്ച് പോലെ മരത്തുമ്മേ. അപ്പൊ കേറാൻ പറ്റുന്ന ഇതാണ്. ബെഞ്ച്. അതില് ഞാൻ ഒരിക്കലും കേറാറില്ല, എനിക്ക് അത്ര ധൈര്യം ഇല്ല. ഞാൻ വീണ് കഴിഞ്ഞ പിന്നെ എന്റെ അടുത്ത പാട്ട് ഓളവും. അയ്യോ, ഇതിലെ ആരാണ് ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്ക് അടുത്ത റൗണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളില്? കണ്ടോ, ശിവശങ്കർ. അതായിരിക്കുമല്ലോ ശിവശങ്കറിന് ഫസ്റ്റ് കിട്ടിയത്. ഭയങ്കര കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ചിലര് വിചാരിച്ചോണ്ടിരുന്ന ഭയങ്കരമായിട്ട് ദിവസം ഒത്തിരുന്ന് പ്രാക്ടീസ്. അത്രയും പ്രാക്ടീസ് ചെയ്യാറില്ല, പക്ഷെ ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആണല്ലേ? ഒരു ദിവസം എത്ര മണിക്കൂർ പാട്ട് പഠിക്കാനായിട്ട് വെക്കാറുണ്ട് മ്യൂസിക്കിന് വേണ്ടിട്ട്? ഒരു 5-6-7 hours. 5 to 7 hours. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട് അല്ലേ? നമുക്കപ്പം ശിവശങ്കറിന്റെ ഒരു സക്സസ് മന്ത്രം ഒന്ന് ചോദിക്കാം. എന്തൊക്കെ ഫുഡാണ് അവോയ്ഡ് ചെയ്തിട്ടുള്ളത്? ഫിനാലെ അടുക്കാറായി. ഫിനാലെ അടുക്കാറായത് മുതലല്ല, ഞാൻ ശരിക്കും പണ്ട് മുതലേ ഞാൻ ടോപ്പ് സിംഗർ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ ഞാൻ കുറെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഒരിക്കലും ഇങ്ങനെ തണുത്ത വെള്ളം വളരെ അപൂർവമായിട്ട്, വളരെ അപൂർവം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വർഷത്തിലൊക്കെ 2 പ്രാവശ്യമൊക്കെ കുടിക്കാറുള്ളൂ. ഭയങ്കര അപൂർവമായിട്ട് ഞാൻ തണുത്ത വെള്ളം കുടിക്കാറില്ല. പിന്നെ മോരും ഞാൻ കഴിയുന്ന അത്ര ഒഴിവാക്കും. തൈരും തണുത്ത തൈരും അതൊക്കെ ഞാൻ നല്ലോണം ഒഴിവാക്കും. ഐസ്ക്രീം ഒട്ടും കഴിക്കാറില്ല. ഐസ്ക്രീം കഴിക്കാറേ ഇല്ല? എടാ, ആദ്യമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ പറയും. നിനക്ക് എത്ര വയസ്സായി? 10 വയസ്സ്. 10 വയസ്സായ ശങ്കരൻ ഐസ്ക്രീമേ കഴിക്കാറില്ല. അപ്പൊ ക്രേവിങ് വരുമോ കുഞ്ഞിന്? ഇല്ല ഇല്ല. പണ്ടൊക്കെ ക്രേവിങ് ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ അത് മാറ്റിയെടുത്തു. ക്രേവിങ്. വെരി ഗുഡ്, താങ്ക് യു. അപ്പം അതാണ് ആ ഒരു സൗണ്ടിന്റെ അല്ലേ? അപ്പം ജലദോഷം, തൊണ്ടയുടെ അല്ല, അതൊന്നും വരില്ല? തൊണ്ടയൊന്നും അടയ്ക്കത്തില്ല? ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ജലദോഷം വന്നാ ഞാൻ ആദ്യം മുതൽ പ്രിക്കോഷൻസ് എടുത്തിട്ട് പിന്നെ അങ്ങനെ അതെന്ന് പറഞ്ഞ എനിക്ക് ഇതുവരെ ടോപ്പ് സിംഗർ ഒരു പനിയോ ജലദോഷോ 3 ദിവസത്തിൽ കൂടുതൽ നിന്നിട്ടില്ല. സാധാരണ എല്ലാ ജലദോഷം ഒറ്റ ദിവസം നിൽക്കാറുള്ളൂ എനിക്ക്. നമ്മളന്ന് സംസാരിച്ചതായിരുന്നു അല്ലേ? നിന്നെ സ്കിപ്പ് ചെയ്യട്ടെ. നിനക്ക് പറയണോ? നിനക്ക് പറയാനുണ്ടോ അതിന്റെ പ്രിപ്പറേഷനെ പറ്റിട്ട്? പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാ ഞാനൊരു 4 മണിക്കൂർ 5 മണിക്കൂർ പാട്ട് പഠിക്കും. ശരിക്കും? പിന്നീട് ഫുഡിന്റെ കാര്യമാണെങ്കിൽ ഞാൻ അങ്ങനെ വലിച്ചു കാര്യം തിന്നത്തില്ല. പിന്നെ എന്തൊക്കെയാ കഴിക്കുന്നേ? കേക്കട്ടെ. ഞാൻ നല്ല ചിക്കന്റെ ഒരു ഇതാ. ഞാൻ ഇടയ്ക്ക് KFC ഞാൻ കഴിക്കും. ഇവൻ പനിച്ചൂടില് പനിച്ചിങ്ങനെ വിറച്ച് കിടക്കുമ്പോ സ്വിഗ്ഗിന്ന് KFC ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഇവൻ. KFC ആണോ നിന്റെ ഫേവറേറ്റ് ഫുഡ്? KFC ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മടുക്കത്തില്ല കഴിക്കുമ്പോ. KFC ഞാൻ കൂടുതൽ 12 പീസൊക്കെ കഴിക്കും. മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് 12 പീസ് കഴിക്കും. 12 പീസ? 12 പീസ് ഒറ്റയ്ക്ക് കഴിക്കും. ശരിക്കും 12 പീസ് കഴിക്കും. ഞാൻ ആദ്യമൊക്കെ വന്നപ്പോ എനിക്ക് KFC അറിഞ്ഞൂടായിരുന്നു. ഇത് ഫ്ലോറിൽ ഒരു ദിവസം തെളിയിക്കണമെന്ന് ഞങ്ങളുടെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് അല്ലേ? 12 പീസുള്ള ബക്കറ്റ് ഇവനെ കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുത്തി ഇവനെ കൊണ്ട് കഴിപ്പിക്കണം. 2 വെച്ചാലും കുഴപ്പമില്ല. ആണല്ലേ? ശരി. ഓക്കെ, ഇനി സെപ്പക്കുട്ടി പറയാം എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ? ഞാൻ തണുത്തത് ഞാൻ തിന്നാറില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തിന്നാലും പ്രശ്നം വരാറില്ല. എനിക്ക് ഇങ്ങനെ ഈ ഇപ്പൊ തൈര്, ഇവളുടെ അമ്മക്ക് പറയും തൈര് കഴിക്കരുത്, മോര് കഴിക്കരുത് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കഴിച്ചാലും പ്രശ്നം വരാറില്ല. ചിലരുടെ തൊണ്ട അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ട്രെയിൻ ചെയ്തെടുക്കും തൊണ്ടേനെ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്. തണുത്തത് കഴിച്ചാലും കുഴപ്പം വരാറില്ല. അല്ല, ഒരു ദിവസം മോര് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം കരകരപ്പ് സ്റ്റാർട്ട് ചെയ്യും. അർജിത കുട്ടിക്ക് എങ്ങനെ ഇതൊക്കെ ഓക്കെ ആണോ? തണുത്തതൊക്കെ? ഞാൻ ആദ്യം ടോപ്പ് സിംഗറിൽ വന്ന ടൈമിലൊക്കെ ഐസ്ക്രീം അവോയ്ഡ് ചെയ്തായിരുന്നു. പിന്നെ എപ്പോഴോ ഒരിക്കലും എൻജിയങ്ങള് ഒരെണ്ണം മേടിച്ചു തന്നായിരുന്നു. അന്നാണ് കഴിച്ചത്. എല്ലാരും കൂടെ കേറി നിർബന്ധിച്ചു. ഞാൻ ദേവദർശേട്ടനും ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദേവദർശേട്ടന്റെ ആ സമയത്ത് തൊണ്ടേ വയ്യായിരുന്നു. ആ വിഷുവിടെ അന്ന്. അപ്പൊ അന്നത്തെ ഷൂട്ടിന് അഞ്ചെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഐസ്ക്രീം മേടിച്ചു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു.
എന്നിട്ട് ഞാനും ദേവദർശേട്ടന് മാത്രം സൈഡ് ഇരുന്നിട്ട് ഒന്നും കഴിക്കാതെ ഒന്നും തൊടാതിരിക്കുന്നു. പിന്നെ അവസാനം എല്ലാരും കൂടി ചേർന്ന് നിർബന്ധിച്ചു. എനിക്ക് പകർന്ന് ഒറ്റ ഐസ്ക്രീം കഴിക്കേണ്ടി വന്നുള്ളൂ. ദേവദർശേട്ടന് 2 ഐസ്ക്രീം കഴിപ്പിച്ചു. ഞങ്ങളൊക്കെ 2 കഴിച്ചു. എനിക്ക് അറിയാം നീ 2 കഴിക്കുമെന്ന്. ഇവൻ 2 3 കഴിച്ചു. നീ 3 കഴിച്ചോ? എനിക്ക് നല്ല ഉറപ്പാ. പിന്നെ ഫിനാലെ എടുക്കാനായപ്പോ തൈര് കഴിച്ച് ആദ്യമൊക്കെ തൈര് കഴിക്കായിരുന്നു. ഫിനാലെ എടുക്കാനായ ടൈമില് കൊറേ ദിവസമായിട്ട് എന്ത് ചെയ്ത് തൈര് കഴിക്കാതെ നിന്ന്. ആ ടൈമിൽ സൗണ്ടിനൊക്കെ നല്ലൊരു ക്ലാരിറ്റി വന്നു. ആ ടൈമിലാണ് തൈര് കഴിക്കരുതെന്ന് മനസ്സിലായത്. സൂപ്പർ. പക്ഷെ തൈര് കഴിക്കാം, ഞാൻ തൈര് കഴിക്കാറുണ്ട്. ഉണ്ട്. നിന്റെ സൗണ്ടിന് കുഴപ്പമൊന്നുമില്ല. നീ സ്പെഷ്യൽ അല്ലേ? അല്ല, തൈര് കഴിക്കാറുണ്ട്. പിന്നെ തൈര് മോരോട് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കാറുണ്ട്. അല്ല, അവൻ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യും. ദേവതീർത്ഥല്ലേ, ആകാലോ. പറയൂ. എനിക്ക് അങ്ങനെ തൈര് കഴിച്ച അങ്ങനെ തൊണ്ടൊന്നും പോത്തൊന്നുമില്ല. പിന്നെ അമ്മ എപ്പോഴും പറയും തൈര് കഴിക്കരുത്. പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ എനിക്ക് പാടുന്ന സമയത്ത് കുറച്ച് പാട്ടുകളൊക്കെ കഴിഞ്ഞപ്പോഴാ അതിന് മുന്നേ ഒക്കെ പാടുന്നതിന് മുന്നേ ചൂടുവെള്ളം കുടിച്ചിട്ട് ഞാൻ കയറത്തുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ചൂടുവെള്ളം കുടിക്കുമ്പോ തൊണ്ട ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. അങ്ങനെ എല്ലാ പാട്ടിനും എനിക്ക് പാടാൻ കയറുമ്പോ എല്ലാം തൊണ്ട ഇങ്ങനെ ഓരോരോ ഇങ്ങനെ സൗണ്ട് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാട്ടൊക്കെ ആയപ്പോ തണുത്തുവെള്ളം കുടിച്ചിട്ട് കയറി. അപ്പൊ തൊണ്ട വല്ല ക്ലീൻ ആയിട്ടിരുന്ന് ഒരു വെള്ളിയൊന്നും വന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ തണുത്തുവെള്ളം കുടിച്ചിട്ടേ കയറില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഐസ്ക്രീം അങ്ങനെ കഴിക്കുന്നത് കുറവാ. കാരണം എനിക്ക് ഈ പാല്, ചായ, പിന്നെ പഴം, തണുത്ത പഴം, പഴത്തിന് തണുപ്പില്ലേ, പിന്നെ ഐസ്ക്രീം, തൈര് അങ്ങനെയൊക്കെയുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ടോൺസിലൈറ്റിസ് ഉണ്ട്. പക്ഷെ അത് 11 വയസ്സായപ്പം അത് സർജറി ചെയ്ത് കളയണമെന്നാ പറഞ്ഞേ. പക്ഷെ അന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തായിരുന്നു ടോപ്പ് സിംഗറിന്റെ ഓഡീഷൻ 2 3 അങ്ങാണ്ട് സീസണില്. അപ്പൊ തൊട്ട് പോകാൻ തുടങ്ങിയത് ഞാൻ. 2ാമത്തെ സീസണിൽ പോയി. അത് കഴിഞ്ഞ് പിന്നെ പോയില്ല. പിന്നെ ഇങ്ങനെ ഈ ഫൈനല് കഴിഞ്ഞ് നാട്ടിൽ പോയപ്പം 4 ദിവസം അടുപ്പിച്ച് ഐസ്ക്രീം കഴിച്ചു. ആ ഒരു കൊതി അങ്ങ് തീർക്കാനായിട്ടല്ലേ? ഒരു ഫാമിലി പാക്ക് അങ്ങ് വാങ്ങി എന്റെ വിഷമം അങ്ങ് തീർത്തു. ഇവിടെ ഞാൻ അങ്ങനെ പാടുന്നതിന് മുമ്പ് എനിക്ക് അമ്മയുടെ പറഞ്ഞ എപ്പോ ഒരു സ്വഭാവം ഉണ്ട്. ഞാൻ പാടാൻ കേറുന്നതിന് മുമ്പ് എത്ര വെള്ളം കുടിപ്പിക്കും അത്ര വെള്ളം കുടിപ്പിക്കും. പക്ഷെ എനിക്ക് അത്രയും ടെൻഷനാ. എന്താന്ന് എനിക്ക് പറയണോ. പക്ഷെ ഞാൻ വെള്ളം കുടിച്ചിട്ട് ഏറെ എന്റെ തൊണ്ട എന്തോ സ്ലിപ്പാവാൻ തുടങ്ങും സംഗതികളൊക്കെ. ഞാൻ അത്ര ഒഴിവാക്കാറുണ്ട് എന്തോ കാരണം. പക്ഷെ ഞാൻ സാധാരണ എപ്പോഴും എന്തോ പറഞ്ഞു. പക്ഷെ വെള്ളം ഇല്ലാതെ ഞാൻ പോയാൽ പിന്നെ ഭയങ്കരമായിട്ട് തൊണ്ടയ്ക്ക് അങ്ങനെ എത്തൂല സംഗതികളൊന്നും. 2 കൈയിലും പ്രശ്നമാണ്. അപ്പൊ ഞാൻ എപ്പോഴും പാട്ടിന്റെ ഒരു 15 മിനിറ്റ് മുമ്പാണ് വെള്ളപ്പഴം കുടിക്കുന്നത്. തൊട്ട് മുമ്പ് വെള്ളം ഒരിക്കലും കുടിക്കാറില്ല. അവോയ്ഡ് ചെയ്യും അല്ലേ? പിന്നെ എനിക്ക് ഈ അലർജിയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കളിക്കാൻ കൂടുതൽ ഞാൻ പോവാറില്ല. റൂമിലിരുന്നാ കളിക്കുന്നത്, പുറത്ത് വിടത്തില്ല. ഞാൻ കളിക്കാൻ പോവാറുണ്ട്. പക്ഷെ ആ മരത്തിന്റെ മേളില് പിന്നെ അങ്ങനെ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടല്ലോ, ഇങ്ങനത്തെ സ്ഥലത്തോ അല്ല പൊടി ഉള്ള സ്ഥലത്തൊന്നും ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നത് അവോയ്ഡ് ചെയ്യും നിങ്ങൾ മാക്സിമം. അപ്പൊ ഇതൊക്കെയാണ് ഇവരെടുക്കുന്ന പ്രിക്കോഷൻസ്. സംഗീതം ഇഷ്ടപ്പെടുന്ന, ഇപ്പം കഴിഞ്ഞ ഓഡിഷനൊക്കെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് യു ക്യാൻ ടേക്ക് നോട്ട്സ് അല്ലേ? അവർക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്കുള്ള സീസൺ 7ലേക്കുള്ള നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. കൂട്ടല്ലേ എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. വിദഗ്ധർ അങ്ങനെ പറയുന്നു. എനിവേ, സെബക്കുട്ടി ആക്ച്വലി സീസൺ 1 മുതൽ എല്ലാ ഓഡിഷനും മുടങ്ങാതെ പോകുന്ന ഒരാളാണല്ലേ? അപ്പൊ ഓരോ ഇത് കഴിയുമ്പോഴത്തേക്കും കിട്ടാതെ വരുമ്പോ ഒരു വിഷമം വരൂലായിരുന്നു? സീസൺ 2-നായിരുന്നു എനിക്ക് ഞാൻ ഒന്നുകൂടെ ഒന്ന് ബെറ്റർ ആയത്. പിന്നെ ഈ സീസൺ 4 വന്നിട്ട് സങ്കടമായി പോയത്. അത് നമ്മ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാ പോയത്. അപ്പൊ കിട്ടുമെന്നൊരിതുണ്ടായിരുന്നു. പക്ഷെ ഹൈ പ്രയോറിറ്റിയിൽ എന്തായിരുന്നു എനിക്ക് പോയപ്പോ അതായിരുന്നു ഏറ്റവും സങ്കടമായത്. പിന്നെ ഈ സീസണിൽ വരില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. പക്ഷെ അതില് കിട്ടി. അത് ഒരു കഴിഞ്ഞ സീസണിലൊക്കെ പോകുമ്പോ ഈ സീസൺ 4 വന്നപ്പോ ഈ മുടിയൊക്കെ വെട്ടി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തിട്ടാ വരായിരുന്നു. പക്ഷെ സീസൺ 5 ഒന്നുമില്ല. എന്റെ ഏതൊരു പഴയ ഡ്രസ്സ് എടുത്തിട്ടു വേറെ വന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തില്ല, ചെന്നു പാടി. അപ്പോഴാണ് സെലക്ടഡ് അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും സീസൺ 5 ക്രാക്ക് ചെയ്ത് ഇവിടം വരെ എത്തിയ സെബ മൂണിനൊരു കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് സെബക്കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലേ? ഓക്കെ.
മിന്നാമിന്നും തോലാമിന്നൽ മിന്നാരം ഞാൻ കോർക്കാം. വിയർത്തിരിക്കുമ്പം വീശിത്തണുക്കാൻ മികവിശറിയുണ്ടാക്കാം. മൂന്നാറിലെ മൂവന്തിയിൽ മുത്താരമായി മാറാം. മുല്ലനിലാവത്തെ മിന്നും മരുവിയൽ മുത്തരഞ്ഞാണം തീർക്കാം. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. കരളിലെ കള്ളൻ നീയല്ലേ, പിണങ്ങാൻ എന്താണ് മയങ്ങാൻ എന്താണ് ഇന്റെ എല്ലാമല്ലേ, ഇന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ. അടിപൊളി. ഞാന് ഈ നിഹാരെ പറ്റിയിട്ട് ഒരു ന്യൂസ് കേട്ടല്ലോ, സ്നേഹം കൂടി കഴിയുമ്പോ നിഹാര കടിക്കും. പിന്നെ കടിക്കോ? ഒരു ആർക്കൊക്കെ നിഹാരയുടെ കടി കിട്ടിയിട്ടുണ്ട്? ഓ, ആദ്യത്തെ രക്തസാക്ഷി കൈ എന്റെ രോമം ഒരിക്കൽ പറിച്ചിട്ടുണ്ട്. കൂടുമ്പോ രോമൊക്കെ പറിക്കും. കൂടുതലും കടിയുള്ളത് ഇവക്കും, പിന്നെ അവിടെ സ്ക്രിപ്റ്റ് എഴുതുന്ന ജാക്കി ചേനും, പിന്നെ വിഷ്ണുമാമനും. പിന്നെ വെറുതെ കടിക്കുവോ? അങ്ങനെ അതെനിക്ക് ചില സമയത്തില്ലേ നമുക്കിപ്പോ ഇഷ്ടം ഭയങ്കര കമ്പനി ആയിട്ടുള്ള അവരുടെ അടുത്ത് ഭയങ്കര മിങ്കിളായിരിക്കുന്നവരത്താണല്ലോ നമ്മൾ കൂടുതലും ഇങ്ങനെ കടിക്കാനും അങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പൊ നമ്മള് അതുപോലെ ഇവിടെ അടുത്തുണ്ട് ഞാൻ ചുമ്മാ ഇട്ട് അടിക്കും അങ്ങനൊക്കെ. എനിക്ക് സ്നേഹം കൂടുമ്പോ ഞാൻ അങ്ങനെ ടാഗ് യുവർ കടിയൻ ഫ്രണ്ട് ഡൗൺ ഇൻ ദ കമന്റ് സെക്ഷൻ. ഞാൻ എപ്പോഴും നിഹാര ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ ലഞ്ച് സമയത്തൊക്കെ ഞാൻ ഇപ്പൊ നിഹാര ചേച്ചിയുടെ അടുത്ത് ചെല്ലുമ്പോ കളിക്കുന്നുണ്ട്. അപ്പൊ വെച്ച കളിയായിട്ട് നിഹാര ചേച്ചി എന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ അവനെന്നെ എങ്ങനെ നോക്കും, അങ്ങനെ എന്താ എന്നിട്ട് പേടിപ്പിക്കും ഞങ്ങള്. അത് ഞാൻ ഓക്കെ. ഈ രോമം പറിച്ചെടുക്കുന്ന എന്ത് സംഭവം? അത് ചുമ്മാ കൈ ഇങ്ങനെ കുരിക്കുമ്പോ ഇങ്ങനെ ഇവിടെ രോമില്ല, ചെവടയിലുണ്ട് രോമം. അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വലിക്കുമ്പോ അവർക്ക് ഭയങ്കരമായിട്ട് വേനിക്കും. പക്ഷെ എനിക്കില്ല. എന്നെ പിടിച്ച് വലിച്ചിട്ടുണ്ട് കുറെ പേര്, പക്ഷെ എനിക്ക് എനിക്കില്ല. അപ്പൊ നമ്മള് ബാക്കിയുള്ളവരിലും ചുമ്മാ ട്രൈ ചെയ്യുന്നല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ഇനിയിപ്പം നിഹാരയുടെ ഒരു പാട്ട് കേൾക്കാം അല്ലെ? നിഹാര പ്ലീസ്. പിന്നോട്ടു നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ. അന്നിന്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എന്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. എന്തിനു വിതുമ്പല ചേരുന്നു നീ, പോകൂ വിഷാദരാവേ എന്നിദ്രയെ ഉണരാതെ നീ. ആഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അടിപൊളി. ഫിനാലെയൊക്കെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ ആ ഒരു മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് കാറിൽ വന്നപ്പോ കാട്ടിൽ ആനയെ കണ്ട കഥ. അത് ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തെറ്റെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ എപ്പോഴും ഫ്ലൈറ്റിൽ ആണ് എപ്പോഴും ബോംബെന്ന് കേരളത്തേക്ക് വരാറ്. അപ്പൊ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവാറും. അപ്പൊ ഒരു ദിവസം അച്ഛൻ വെറൈറ്റി ആയിട്ട് ആലോചിച്ചു. ഒരു ദിവസം അച്ഛൻ നമ്മളെല്ലാരും വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഈ പ്രശ്നം നമുക്കൊരു കാര്യം, ഇതൊക്കെ ടോപ്പ് സിംഗറിൽ കയറുന്നതിന്റെ ഒക്കെ ഒരുപാട് മുമ്പുള്ള കാര്യം 2023.
അപ്പോ അച്ഛൻ ഒരു ദിവസം നമ്മളെല്ലാരും രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി ഒരു 9 മണിക്ക്, അതായത് നമുക്ക് നാളെ ഒന്ന് കേരളത്തേക്ക് പോകണം, നമുക്ക് ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് പോയാലോ. സാധാരണ എപ്പോഴും ഒരു അച്ഛൻ ഒരു 2-3 ദിവസം മുമ്പ് ടിക്കറ്റ് ബുക്ക് തന്നെ. അച്ഛൻ പറഞ്ഞു നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്താലോ ഈ പ്രാവശ്യം, നമുക്ക് കാറിൽ നിന്ന് മൊത്തം ജേർണി പോവാം. അപ്പൊ ഞാൻ ആദ്യം അന്തം വിട്ടു. അപ്പൊ എല്ലാരും അന്തം വിട്ടുപോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ അവസാനം ആ ഡിസിഷൻ എടുത്തു. എന്തോ കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പൊ അടുത്ത ദിവസം നമ്മൾ ഇറങ്ങി. പിന്നെ അങ്ങനെ കുറെ സ്റ്റേറ്റ്സിലൊക്കെ പോയി. നമ്മള് ബാംഗ്ലൂരിൽ പോയി, ബാംഗ്ലൂരല്ല കർണാടകയിൽ പോയി, പിന്നെ കർണാടക ബാംഗ്ലൂരിൽ പോയി, പിന്നെ ഗോവയിൽ പോയി, പിന്നെ തമിഴ്നാട്ടിൽ പോയി. തമിഴ്നാട്ടിൽ കയറിയപ്പോഴാണ് പ്രശ്നം വന്നത്. അതായത് കയറിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കയറിയത് സത്യമംഗലം കാട്ടിന്ന്. അപ്പൊ അവിടെ എന്തിട്ടെന്ന് പറഞ്ഞാ, അവിടെ അച്ഛൻ നമ്മൾ കയറുന്നതിന്റെ മുമ്പ് പറഞ്ഞു ഇത് വല്ലാത്തൊരു സ്ഥലമാണ്, എന്താന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ആനകളും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഒക്കെ ഉള്ളത്. നമ്മൾ ശരിക്കും അങ്ങോട്ട് പോകാനല്ല ഉദ്ദേശിച്ചത്. എന്താന്ന് വെച്ചാല് നമ്മൾ ശരിക്കും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോയത്. ഗൂഗിൾ മാപ്പിന് എപ്പോഴും സ്വഭാവമുണ്ട്, ഇത് ഒരു പ്രശ്നമല്ലോ, എപ്പോഴും ഇതാ സംഭവിക്കുന്നത്. ഗൂഗിൾ മാപ്പ് പെട്ടെന്ന് പോകുന്നുള്ള വഴി കാണിച്ചിട്ട് അവസാനം കാട്ടിക്കൂടെ കൊണ്ടുപോകും. അപ്പൊ എന്തിട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ അതും തന്നെ പറ്റി. അപ്പൊ അച്ഛൻ സാധാരണ എപ്പോഴും ഹൈവേ എന്നാ പോയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പൊ ഇത് അച്ഛൻ കൺഫ്യൂസ് ആയപ്പോ, ഇതെന്താ, ഒരു ലെഫ്റ്റ് തിരിയാൻ കാണിച്ചു ഒരു സ്ഥലത്തില്. ആ സ്ഥലം അച്ഛന് ഫെമിലിയർ അല്ലായിരുന്നു. ആ സ്ഥലം അച്ഛൻ ഒരിക്കലും അവിടെ നിന്ന് പോയിട്ടില്ല. ഒരു കാട്ട് പോലത്തെ ഒരു വഴിയായിരുന്നു. അപ്പൊ പിന്നെ അച്ഛൻ കുറെ അവിടെ നടന്നൊക്കെ ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഈ സ്ഥലം ആണോന്നൊക്കെ. അപ്പൊ രാത്രി നേരത്തോടെ ആൾക്കാരുണ്ടായിരുന്നു? രാത്രിയില്ല, ഞാൻ കേറിയപ്പോ ഒരു 5:30-6 മണിയൊക്കെ ആയിരുന്നു. അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞു ഈ വഴിന്നും പോവാന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ ആരും ഹൈവേ ഉള്ളെന്നുള്ള സാധനം കാണിച്ചില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് വഴി അറിയത്തില്ലായിരുന്നു. അപ്പൊ ഒരു 2-3 ആൾക്കാര് പറഞ്ഞോളൂ, അതായത് ഈ വഴിന്നും പോവാം. അപ്പൊ നമ്മൾ ആ വഴി എടുത്തു. അപ്പൊ അത് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു ചെറുതായിട്ട്. പിന്നെ പോകും തോറും റോഡ് കുഞ്ഞായി വരുക. പിന്നീട് നമ്മൾ കേറിയപ്പോഴത്തേക്ക് ഒരു 6:30 ആയി. അപ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ടായി. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടി കയറി. പിന്നീട് അച്ഛന് ഹെഡ്ലൈറ്റ്സ് മുമ്പിലുള്ളതുകൊണ്ട് അച്ഛനെല്ലാം ക്ലിയർലി കാണാം. എനിക്കും ചേട്ടനും എനിക്കും ചേട്ടനും അമ്മുമ്മയ്ക്കും പുറകിരിക്കുന്നതുകൊണ്ട് അത്രയും കാണാൻ പറ്റൂല. അപ്പൊ ഞാനും ചേട്ടനും ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ വലിയൊരു കല്ലിരിക്കുന്നു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ അതേ വലിയൊരു കല്ലിരിക്കുന്നു, ഇത്ര വലിയ കല്ല് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ അത് കല്ലല്ല, അത് ആനയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെല്ലാരും പിടിച്ചു. അമ്മമ്മയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ നേരെ ഭാഗവതം തുറന്നു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഇല്ല, ചേട്ടനും കുറെയൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു. ചേട്ടൻ ഹാഫ് എക്സൈറ്റഡ് ആയിരുന്നു, പിന്നെ ഹാഫ് കുറച്ച് ഭയം ഉണ്ടായിരുന്നു. പിന്നെ അമ്മ എപ്പോഴത്തെ പോലെ ഭാഗവതം തുറന്നു. അമ്മ അച്ഛനും എപ്പോഴുള്ള ഒരു സ്വഭാവം, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് മൂവ്മെന്റ് വരുമ്പോ നേരെ കയറി അവര് പണ്ട് ഓരോ സ്ഥലങ്ങളൊക്കെ കറങ്ങിയിട്ടുണ്ട്, അവിടുത്തെ സ്റ്റോറി പറഞ്ഞു. ഞാൻ അന്ന് ന്യൂസിലാൻഡിൽ പോയപ്പോ ഞാൻ അവിടെ നിന്ന് ഒരു കാട്ടിൽ കയറിയായിരുന്നു. ആ കാട്ടിൽ ഇതുപോലത്തെ ഒരു ആനയെ ഞാൻ കണ്ടായിരുന്നു. ഇങ്ങനെ അടുത്തൊരു 1/2 മണിക്കൂർ നിൽക്കൊണ്ട് സ്റ്റോറിയേ പറയാൻ തുടങ്ങും. അവർക്ക് പേടിയായില്ല? ഇല്ല, അവർക്കൊട്ടും പേടില്ല. പക്ഷെ അച്ഛൻ ഡ്രൈവർ ആയതുകൊണ്ട് അച്ഛൻ ശകലം പേടി ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ആ കഥയുടെ എൻഡിങ്ങിലേക്ക് കേട്ടു. ഓക്കെ, കാറ് അച്ഛൻ ആനയുടെ തുമ്പിക്കായി പിടിച്ചിട്ട് നിങ്ങൾ ആ കാർ ഇങ്ങ് പാസ് ചെയ്ത് പോന്നു. എന്നിട്ട് താൻ തിരിഞ്ഞു നോക്കിയപ്പോ താൻ എന്താ സിംഹമാണോ? എന്താ അത് സംഭവം? ഇപ്പഴൊരു മിസ്റ്ററിയാ, ആർക്കും അറിഞ്ഞൂടാ. ആർക്കും അറിഞ്ഞൂടാ, ഇതുവരെ മിസ്റ്ററിയാ. ഞാൻ മാത്രമേ ഉണ്ടുള്ളൂ അത്. എന്റെ ഏട്ടനും കണ്ടില്ല. ഏട്ടൻ മുമ്പിൽ നോക്കിയിരിക്കുവായിരുന്നു, ഞാൻ പുറകെ നോക്കി വേറെ ആനകളുണ്ടോ നോക്കാൻ. അപ്പത്തേക്കൊരു വലിയൊരു നോർമൽ പൂച്ചയുടെ സൈസ് അല്ല, ഒരു വലിയൊരു പൂച്ചയുടെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പൂച്ചയായിരുന്നു. വലിയൊരു പൂച്ച, അത് ഓറഞ്ച് കളറിലിരിക്കുന്നത്. എന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, സിംഹമാണോ പുലിയാണോ എനിക്ക് ഇതുവരെ അറിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ട ആന അവിടെ ഉണ്ട്, കൂടാതെ വേറെ ഒരു ക്രീച്ചറും കൂടെ. അതാരും ഇതുവരെ ആർക്കും അറിഞ്ഞൂടാ. പിന്നെ അച്ഛൻ ആക്സിലറേറ്റർ ഞെക്കി മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറയാൻ വരുമായിരുന്നു, ഇത് അവിടെ ഒരു എന്തൊരു സാധനം ഉണ്ടെന്ന്. അപ്പത്തേക്ക് അച്ഛന് അത് ഭയങ്കര പോരുന്നല്ലേ. അങ്ങനെ ക്രീച്ചറെ കൂടെ കണ്ടു. ഓ, കൊള്ളാം.
സോ വിത്ത് ദാറ്റ് നോട്ട് എന്തായാലും ഒരു അഡ്വഞ്ചർ സ്റ്റോറി പറഞ്ഞല്ലേ, ഒരു പാട്ട് ഫ്രം ശങ്കരൻ നമുക്ക് കേൾക്കാം. മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയെ നാഗസദസിലെ നവരത്ന വീണയെ നാദം തുളുമ്പുമീ നവരാത്രി മനസ്സിലുണരൂ ഉഷസന്ധ്യയായി നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നിന്മന്ദഹാസമാ ബോധനിലാവിൽ നിന്മന്ദഹാസമാ ബോധനിലാവിൽ എൻ മനക്കണ്ണുകൾ വിടരട്ടെ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. സൂപ്പർ. ആരും ഈ പാട്ടൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത്? ഇപ്പൊ ഓരോ പാട്ട് പഠിച്ചിട്ടും നിങ്ങൾ ആ പാട്ട് കുത്തിയേച്ച് പഠിപ്പിക്കണല്ലോ. അപ്പൊ അതൊരു അച്ഛനാണോ അമ്മയാണോ? അർജിത് കുട്ടീനെ ആരാ പാട്ടൊക്കെ പഠിപ്പിക്കാറ്? ഞാൻ സ്വന്തം പഠിക്കും. സോങ് സെലക്ഷൻ ഒക്കെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? സോങ് സെലക്ഷൻ അമ്മയാ ചെയ്യുന്നത്. അല്ലാണ്ടിരുന്ന് പാട്ട് തന്നെ ഇരുന്ന് പഠിക്കും? ആ പാട്ട് തന്നെ ഇരുന്ന് പഠിക്കും. പിന്നെ ചില കട്ടിയുള്ള വേർഡ്സ് ഉണ്ടാവില്ലേ, ആ ടൈമിൽ അമ്മ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പഠിക്കും. ഓക്കെ. സെബ മൂൺ, ഈ ഒരു പേര് ആക്ച്വലി ഭയങ്കര ഒരു വെറൈറ്റി പേര്. ഈ സെബ മൂൺ ഒറ്റ പേരാണോ അതോ രണ്ട് പേര്? വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലും മൂൺ വെച്ചിട്ട് പേരുണ്ടോ? തനിക്ക് മാത്രമേ ഉള്ളൂ? അതെങ്ങനെ പേര് വരാൻ കാര്യം? അത് പപ്പയുടെ ക്രിയേറ്റിവിറ്റി കുറച്ച് കൂടി പോയതാ. അത് ഈ മുഖത്തൊരു മറുക ഉണ്ടായിരുന്നു ഞാൻ ജനിച്ചപ്പോ. ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഭയങ്കര ഭയങ്കര ഇങ്ങനെ ചെറുതായിട്ടേ കാണുള്ളൂ. അപ്പോ അത് കണ്ടപ്പോ ഇങ്ങനെ ഈ ചന്ദ്രക്കലക്കില്ലേ അതുമാതിരി തോന്നി. അങ്ങനെ അത് മൂന്ന് വന്നു. അങ്ങനെ എന്തൊക്കെയാണ് കഥ എനിക്കറിഞ്ഞൂടെ. മറ്റൊരു പടം ഇല്ല, അതില് കുറച്ച് കറുത്ത ഇങ്ങനെ പാടുകളുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സാധനം കൂടി ഉണ്ട്. അത് ശരി. ഫ്രെക്കിൾസ് മാതിരിയാ? ചെറുതായിട്ടുള്ളൂ, അത് സൂക്ഷിച്ചു നോക്കണം. ആണല്ലേ? അങ്ങനെ വന്ന പേരാണ് സെബ മൂൺ. ഡാഡീസ് ഗേൾ ആണെന്ന് കേട്ടല്ലോ. അച്ഛനാണോ പാട്ടൊക്കെ പഠിപ്പിക്കുക? പാട്ട് കൊറേ പപ്പ പറഞ്ഞുതരാ. പിന്നെ ഇപ്പൊ ഒറ്റയ്ക്ക് നോക്കുന്നുണ്ട്. പപ്പയാണ് മെയിനായിട്ടും പാട്ടിന്റെ എല്ലാതും കൊണ്ടടക്കുന്ന ആള്. എന്നെയാടാ? അമ്മയാണോ? ഞങ്ങളപ്പോ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. ഓരോ ചില ദിവസങ്ങളിൽ അമ്മമ്മ വരും. കൂടുതലും അമ്മയാണ് നിക്കുന്നത്. ചില ദിവസങ്ങളിൽ അമ്മ കാണും, ചില ദിവസങ്ങളിൽ മാമനും അമ്മയും കാണും, ചില ദിവസങ്ങളിൽ മാമനും അമ്മുമ്മയും കാണും. വെറൈറ്റി. ചില സമയത്ത് അച്ഛനും അമ്മയും അനിയനും കാണും. അങ്ങനൊക്കെ. നീ ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടോ? എല്ലാരും നിന്നെ പഠിപ്പിക്കാണ്? അല്ലല്ല, ഞാൻ ഒറ്റയ്ക്ക് പഠിക്കും, പക്ഷെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഗ്രൂമേഴ്സും ഉണ്ടല്ലോ, നമുക്ക് കേൾക്കുമ്പോൾ വെച്ച് നമുക്ക് പിടി കിട്ടും. പിന്നെ ഇവിടെ പറഞ്ഞില്ല, കട്ടിയുള്ള വാക്കുകളൊക്കെ അത് നാക്ക് തിരിയാൻ വേണ്ടി എപ്പോഴും പതുക്കെ 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 പാടി പഠിക്കും. അങ്ങനെ പഠിപ്പിക്കുന്നത് കൂടുതലും അമ്മ പഠിപ്പിക്കും, അമ്മയും പഠിപ്പിക്കും. പിന്നെ അറിയാത്ത കാര്യങ്ങളൊക്കെ സാറിന് ഇട്ട് കൊടുക്കും. സാറ് ഇത് ഇങ്ങനെ പാടാൻ പറ്റും, ഇട്ട് കൊടുക്കും. അപ്പൊ സാർ എനിക്ക് തിരിച്ച് റിപ്ലൈ ഇട്ട് തരും. അർജിത, ഞാനൊരു കാര്യം കേട്ടല്ലോ. ഇപ്പൊ ഈ ഒരു പുതിയ സീസൺ വന്നപ്പോ അർജിതയെ മറന്നിട്ട് ഇവൻ പുതിയൊരു കണ്ടസ്റ്റന്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത ശരിയാണോ? എന്താടാ അങ്ങനെ ചെയ്തത്? പാവം കൊച്ച്. സീസൺ കഴിഞ്ഞപ്പോ നിന്നെ ഏറ്റവും മിസ് ചെയ്യുന്നതെന്ന് അവള് ആദ്യം കൈപൊക്കി പറഞ്ഞിട്ട്. ഞാനും പറഞ്ഞു. നീ പറഞ്ഞു. എന്നിട്ട് നീ വേറെ ആളെ കണ്ടുപിടിച്ച് ഞങ്ങളുടെ കൊച്ചിനെ ഒഴിവാക്കി പോയില്ലേ? ഇല്ല ചേച്ചി, അത് വെറുതെ ഇവളൊന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ആരാ കണ്ടസ്റ്റന്റ്? എന്താണ് കഥ? കണ്ടസ്റ്റന്റ് അല്ല, ഞങ്ങൾ ഉയർന്നുപോയി. മറ്റേ
വയലിൻ വായിക്കുന്ന ഗംഗയില്ലേ, ആ ഗംഗക്കുട്ടി. ആ ഇവൻ ഇന്നലെ രാവിലെ നന്ദന ചേച്ചിയുടെ ചോദിച്ച് സമാധാനം കിടത്തി. എന്നിട്ട് നന്ദന ചേച്ചി ഉണ്ടല്ലോ, നന്ദന ചേച്ചിയുടെ നമ്പർ കൊടുത്ത്. എന്നിട്ട് എന്ത് ചോദിച്ചു സമാധാനം കെടുത്തി? ഗംഗയുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. എന്തിനാടാ ഗംഗയുടെ നമ്പർ നിനക്ക്? അല്ല എങ്ങനെയൊക്കെ ഉണ്ട്, സുഖമാണെന്ന് ചോദിക്കാൻ. എന്ത് പ്രോഗ്രാമിനുണ്ടല്ലോ വയലിൻ വായിക്കാനായിരിക്കും അല്ലേ? അല്ല അത് തന്നെ. കണ്ടോ, ഞാൻ തന്നെ രക്ഷിച്ചു. താങ്ക് യു. ഓക്കെ. ഇന്നലെ ഇവൻ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാ. അതായത് അർജിത ചേച്ചി ചില സമയങ്ങളില് ദേവതീർത്ഥന്റെ മൈൻഡ് ചെയ്യാറില്ല. ആ സമയത്ത് ഇന്നലെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ നോക്കിയാറില്ല അർജിത ചേച്ചി, ഗംഗ ചേച്ചി. ഇതുങ്ങൾ രണ്ടെണ്ണം പകുതി സമയം അടിയാ. അപ്പൊ ഇവൻ കഥകില് അർജിത ചേച്ചി സോറി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കഥകില് ഇന്നലെ ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ ഇടയ്ക്കൊന്ന് കഥക് തുറന്നിട്ട് ഒരു അങ്കിൾ വന്നു. അപ്പൊ ഞാനും ചിരിക്കാൻ തുടങ്ങി, ഏട്ടൻ ചിരിക്കാൻ തുടങ്ങി. പ്രാങ്ക് പാളിപ്പോയി അവസാനം. ഇവൻ ദേവതീർത്ത് ശങ്കരനെ വിടുക, നീ പോയി ആർജിതയെ അടുത്ത് പറയണം, ഞാൻ ഭയങ്കര കരച്ചിലാണ്, അവള് വരുമോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒരുമിച്ച് നിൽക്കുമ്പോ ചേച്ചി ഞാൻ ഡയറി മിൽക്കിന്റെ ബബിളി വാങ്ങിച്ചു തരാം ചേച്ചി, ഒന്ന് സെറ്റ് ആക്കി സങ്കടത്തിലാണ് ചേച്ചി എന്നൊക്കെ പറയും. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനൊന്നും പറഞ്ഞില്ലേ? ഇന്നലെ പറഞ്ഞു ഞാൻ ഭയങ്കര സങ്കടത്തിലാന്ന് പറയണം. ഞാൻ കരയോ ഡിപ്രഷൻ വേണ്ടി പറയുന്നതല്ലേ. എന്നിട്ട് ഇവരെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് അങ്ങനത്തെ ഒന്ന് പറഞ്ഞു കൊടു പ്രാങ്കാന്ന് പറഞ്ഞു കൊടു. കണ്ടോ പാവം കൊച്ചിനെ നീ എത്രയാടാ പ്രാങ്ക് ചെയ്യുന്നേ? എന്നിട്ട് പറ മോളെ, എന്നിട്ട് ഗംഗ ചേച്ചിയുടെ നമ്പർ അല്ലെ ഗംഗക്കുട്ടിയുടെ നമ്പർ. ഗംഗയുടെ നമ്പറിന് പകരം നന്ദന ചേച്ചിയുടെ രണ്ടാമത്തെ ഫോണിലെ നമ്പർ കള്ളൻ മണ്ണ പറ്റിച്ചു അല്ലേ? എന്നിട്ടുണ്ടല്ലോ ഗംഗക്ക് ഹായ് ഗംഗ സുഖമാണോന്ന് ചോദിച്ചേ. എന്നിട്ട് പറയണേ, എനിക്ക് ഇവിടെ ഒരു പട്ടി ഷോ കാണിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. ഇവന് ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ല. എന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ജാക്കി ചേട്ടനില്ലേ, ജാക്കി ചേട്ടന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപമാനിക്കില്ല പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മറ്റേ ടാബില് ജാക്കി ചേട്ടനെ കൊണ്ട് ടൈപ്പ് ചെയ്യും. പ്രൊഫഷണൽ. ഞാൻ എന്താടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അർജിതയ്ക്ക് ഭയങ്കര ജാടയാ. അപ്പൊ നന്ദന ചേച്ചി ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അർജിത അവിടെ. അപ്പൊ പറഞ്ഞു ആണോ, അവക്ക് ഭയങ്കര ജാടയാന്ന് പറഞ്ഞു. അത് പറഞ്ഞു ജാടയോ അവക്കോ എന്ന് ചോദിച്ചു നന്ദന ചേച്ചി. അത് കഴിഞ്ഞ് കൊറേ എന്തൊക്കെയോ സംസാരിച്ചു കഴിഞ്ഞ് ഇവൻ അങ്ങോട്ട് വീഡിയോ കോൾ ചെയ്തു. വിഷ്ണുചേട്ടൻ പറഞ്ഞു വീഡിയോ കോൾ ചെയ്തോടെ, ഞാൻ സപ്പോർട്ട് അല്ല വിഷ്ണുവിന്റെ കൈ തട്ടി പോയതാ ഫസ്റ്റ് വീഡിയോ കോള്. അത് വീഡിയോ കോൾ എടുത്തത് മധുസാർ മധുബാലകൃഷ്ണൻ മധുസാർ ഫോൺ നോക്കുന്നത് ഞാൻ കണ്ടു. അത് എനിക്ക് മനസ്സിലായി. നന്ദന ചേച്ചിയും രാകേഷ് സാറ് കേറിപ്പോയി. എനിക്ക് എന്തൊന്നും പിടിയിട്ടില്ല. ഞാൻ വീഡിയോ കോൾ ചെയ്ത് അപ്പൊ നന്ദന ചേച്ചി മധുസാറിന്റെ മുഖം കാണിക്കുന്നത് ഇങ്ങനെ മോനെ ഇങ്ങ് പോരാ, എന്റെ അപ്പുറത്തിരിപ്പോ ഇങ്ങ് വിളിക്കുന്നു. അങ്ങോട്ട് പോയിട്ട് പിന്നെ അതാണ് നിന്നെ ഗംഗക്കുട്ടി. അങ്ങനെ ഇവളെ കൊറേ ഒറ്റപ്പെടുത്തി ഞാൻ. ആർജിതേനെ വേണോ ഗംഗേനെ വേണോ? ഇവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് ഇവളെ വേണ്ട പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞില്ല ചേച്ചി. ഞങ്ങളുടെ കുട്ടിക്ക് വിഷമായത് ഇന്നലെ ഒരുപാട് പ്രാവശ്യം ഞാൻ ഏറ്റവും പ്രാങ്ക് നോക്കി. എന്നോട് പറഞ്ഞു അർജിത ചേച്ചിയോട് പോയി പറയാൻ, ഞാൻ കരയുവാ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ചേച്ചിയോട് അടുത്ത് തന്നു. അപ്പൊ ഇവര് ഭയങ്കര കൂട്ടായത്തോണ്ട് ഇവർക്ക് എന്തോ ചെയ്യുന്നത് എല്ലാം അറിയാം. അപ്പൊ ഞാന് അർജിത ചേച്ചിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ദേവതീർച്ചയായിട്ടും കരയോ ഒന്ന് പോയി നോക്കാവോന്ന്. അർജിത ചേച്ചി പറഞ്ഞു അവൻ കരയണം, അവൻ കരയെന്ന് എനിക്കറിയാം, എന്നുവെച്ചാൽ അവൻ അങ്ങനെ അഭിനയിച്ചടങ്ങൂ, എനിക്കറിയാം അവൻ എന്നെ പ്രാങ്ക് ചെയ്യാൻ തന്നെയാന്ന്.
ചേച്ചിക്ക് അറിയായിരുന്നു മൊത്തം എന്നിട്ട് ഇവളെ ഇതിന്ന് മാറ്റാൻ വേണ്ടിട്ട് ഡയറി മിൽക്കിന്റെ ബബിളി വരെ വലിയത് വാങ്ങിച്ചു കൊടുത്ത് എന്നിട്ട് ഇവര് മറ്റേ വലിയ പീസ് എടുത്ത് എനിക്കൊരു കഷ്ണം തന്നു. കണ്ടോ ആർക്കാ ബബ്ലി മേടിച്ചത്? അർജുനക്ക്. അർജുനക്ക് ബബ്ലി കിട്ടിയതുമില്ല. എന്താടാ എനിക്ക് വാങ്ങിച്ചേ. ഞാൻ പറയാം, എനിക്കിതൊരു അങ്കിള്, ഞാൻ അങ്കിളിന്റെ അടുത്ത് പറഞ്ഞ് ഒരു ചിട്ടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു അവിടെ. ചിട്ടി ഒരു കുറച്ച് അങ്കിളുമാരുണ്ട്. ആ അങ്കിളുമാർ ചിട്ടി എടുത്തപ്പോ ഒരു അങ്കിൾ എന്റെ ഇപ്പുറത്ത് ഇന്നൊരു അങ്കിളും ഉണ്ട്. ആ അങ്കിളിന് ചിട്ടി കിട്ടി. ആ ചിട്ടി കിട്ടിയപ്പോ അങ്കിള് പറഞ്ഞു ഞാൻ എനിക്ക് ഡയറി മിൽക്ക് വലിയ സിൽക്ക് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ്. അങ്കിള് 4 എണ്ണം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാൽ 4 എണ്ണം ഓഫർ ഇട്ട്. അത് വരുത്തിട്ട് 2 എണ്ണം വാങ്ങിച്ചു. ഞാൻ 4 എണ്ണം 4 ആക്കി. എന്നിട്ട് അങ്കിളെ പറ്റിച്ചിട്ട് മുങ്ങിക്കളഞ്ഞ്. അത് വിഷമിച്ചിരുന്നപ്പോ ഞങ്ങൾക്ക് ആ ബിസ്ക്കറ്റ് ഞങ്ങൾ തിന്നുകൊണ്ട് വന്നു. ബിസ്ക്കറ്റ് വേറെ എണ്ണം വാങ്ങിച്ചു തന്നു. വേറെ അങ്കിൾ വന്നിട്ട് വിഷമിക്കേണ്ട മോനെ വീട്ടിൽ എന്ന് പറഞ്ഞ സിൽക്കിന് പകരം ബിസ്ക്കറ്റാ അല്ല, ഒരു സിൽക്ക് മുട്ടായൊക്കെ തന്ന് കറക്റ്റ് സിൽക്ക് തന്നെ. പിന്നെ ഒരു ബിസ്ക്കറ്റ് തന്നെ, ക്രീം ബിസ്ക്കറ്റ്. ഇപ്പൊ ഞാൻ അവൾക്കത് ആദ്യം കൊടുത്തില്ലേ, അത് ചെറുത്ത് ഇത്രേ ഉള്ളു. നിങ്ങൾ കണ്ടല്ലേ ചേച്ചി? ഇത്രേ ഉള്ളു സാധനം. എങ്ങനെയായിരുന്നു പറഞ്ഞാ ഒരു സിൽക്കി ആയിരുന്നു. ഈ ഫോണിന്റെ എത്ര സൈസ് ഉണ്ടോ സിൽക്കിക്ക്? അതിന്റെ 3 പാട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പൊ അതിന് ആദ്യത്തെ ഒരു കുഞ്ഞു പാട്ട് അർജിത ചേച്ചിക്ക് കൊടുത്തു. ഞാൻ ശങ്കരനെ കുറച്ച് പാതി വേണ്ടേ? എന്റെ ബാക്കിയുടെ ഒരു പാട്ട് ഞാൻ കഴിച്ചു, ബാക്കിയുടെ ഒരു പാട്ട് ഏട്ടൻ കഴിച്ചു. അത് എനിക്ക് തന്നതിന്റെ ഒരു കാരണമുണ്ട്. എന്റെ തലേ ദിവസം എനിക്കൊരു സിൽക്ക് കിട്ടിയായിരുന്നു, അത് ഞാൻ ഏട്ടന് പകുതി തന്നു കൊടുത്തു. അല്ലടാ, അപ്പൊ അങ്ങനെയാണോന്ന് വിചാരിച്ചേക്ക്? നിനക്ക് തന്നേടാ സ്നേഹം കൊണ്ട്. ഞാനും നിനക്ക് സ്നേഹം കൊണ്ടാണ് തന്നത്. ഇത്ര നേരം ഇരുന്ന് ക്ഷീണിച്ചത് കൊണ്ട് കുറച്ചു നേരം നിൽക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു വിത്ത് എ ഗെയിം. ഒരു ഗെയിമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഈ ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങളിൽ ഒരാൾ എനിക്കൊരു പാട്ട് പാടി തരണം. ആര് പാടും? ആര് പാടും? ആര് പാടും? ഫസ്റ്റ് പറഞ്ഞത് അവനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെ വെറുതെ പിള്ളേരെ പോലെ അടി കൂടരുത്. നമുക്ക് ഇത്തിരി മെച്ചുവറായിട്ട് തീരുമാനിക്കാം. ഇങ്കി പിങ്കി പോങ്കി എടാ എണ്ണം തെറ്റിക്കരുത്. ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാഡ് എ ഡോങ്കി, ഡോങ്കി ഡൈഡ് ഫാദർ ക്രൈഡ്, ഇങ്കി പിങ്കി പോങ്കി പോങ്കി. നീ ഞാൻ പാടണോ? ഇല്ലടാ, നിന്നെ ഞാൻ ലാസ്റ്റ് പാടിക്കൂടാ. പാടിക്കാണ്ട് തിരുത്, ഇത് എന്റെ പ്രോമിസ് ആണ്. എന്താണ് കൊടുകൈ? സഞ്ചാരിണി സരസീരുഹമധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹമധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി സരസീരുഹമധുവാദിനി. സൂപ്പർ. അപ്പൊ നല്ല പാട്ട്, അപ്പൊ നല്ല ഗെയിമുമാണ്. എന്തായാലും എന്റെ കയ്യില് ഈ ഒരു ജാറ് കണ്ടല്ലോ, ഇതിൽ കുറച്ച് ചിറ്റ്സും ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങളിപ്പോ ഓരോ ചിറ്റ് എടുക്കുക, എന്നിട്ട് ഞാൻ ഗെയിം പറഞ്ഞുതരാം. സ്വന്തം പേര് കിട്ടിയവർ കൈ പൊക്കുക. ഓക്കെ? അയ്യോ, ഇത് 2 എണ്ണം ഉണ്ട്. ഈശ്വര, ഇത് തന്നെ ഒരെണ്ണം എടുക്കണം ഒരാള്. ഇതാ എന്റെ ശങ്കരൻകുട്ടിക്ക് ഒരെണ്ണം ഉണ്ട് ബാക്കി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോ പേര് കിട്ടിയല്ലോ. ഇത് നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കണം, നമ്മൾ ഗസ് ചെയ്യും. അത് നിങ്ങൾക്ക് അവരുടെ വർത്താനം ഇമിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ അവർ പാടുമ്പോൾ ഒരു ആക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊരു പാട്ടിലൂടെ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം. പക്ഷെ നമ്മളെ കൊണ്ട് ഗസ് ചെയ്യിപ്പിക്കണം ആരാണെന്ന്. റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം സെബ. സ്വഭാവം പറയ, ഇമിറ്റേറ്റ് ചെയ്യണം. ഇപ്പൊ നേരത്തെ നിഹാര MG സാറിനെ ഇമിറ്റേറ്റ് ചെയ്തില്ല, അതേപോലെ. ആരടാ, ഞാൻ അടുത്ത അടി കൊള്ളുന്നതിന് മുമ്പ് പറയടാ. കടിക്കട്ടെ? നല്ല കൈ. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എനിക്ക് രോമം ഉണ്ടെങ്കിൽ എന്തുവാ കുഴപ്പം? ഉത്തരം പറ ആരാന്ന്, അല്ലെങ്കിൽ ഇനി നിഹാര ചേച്ചി. അപ്പൊ അടുത്തത് നിഹാരയാണ് ഉത്തരം. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത്. നല്ല അടിയാട്ടോ അടിച്ചത്. നല്ല വേദനയുണ്ട് ബൈ ദ വേ. ആണോ? അല്ല, ഇവളെ അത്രയ്ക്ക് അടിക്കൂല. അല്ല, ഞാൻ അടിക്കൂല. അല്ല, ഇവളെ അത്രയ്ക്ക് അടിക്കില്ല. ഓക്കെ, അപ്പം ഇനി ഉത്തരം തന്നെ അടുത്ത ലോട്ട് ആരാന്ന് വെച്ചാൽ അഭിനയിക്കും, ഞങ്ങൾ ഗസ് ചെയ്യാം.
അഭിനയിക്കുവാണോ? ഓ എനിക്ക് മനസ്സിലായി. ആ ഞങ്ങള് പറയട്ടെ? എടാ, അല്ല ഒന്നുമില്ല. ശരിയാ. സബാമാൻ, ഞാൻ പറയട്ടെ? ഞാൻ തന്നെ. കറക്റ്റ് ആൻസർ. എനിക്ക് എങ്ങനെ കത്തിയെന്നറിയാം, നേരത്തെ പറഞ്ഞില്ല അർജിത. അതെ, സോൺ ഔട്ട്. ഓ കിളിയാ, കിളിയേ കിളിയേ. പക്ഷെ നേരെ തിരിച്ചാ വിളിക്കുന്നത്. എന്താ എല്ലാരും എന്നെ വിളിക്കുന്നേ? അത് ശരി. ഇവള് കിളി, ഞാൻ കിക്കിളി. കിക്കിളി. എന്താ ആ പേര് വരാൻ? ചിരി 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 അതല്ലേ? അല്ല, അതെന്താ? അതല്ല, ഇങ്ങനെ എല്ലായിടത്തും പറമ്പ് ഇങ്ങനെ അടിച്ചടിച്ചെടുക്കാൻ വിളിച്ചാടി നമ്മളുടെ കാലിനെടുത്തൊന്നും നിക്കില്ല. ഗൈസ് നല്ല വേൻസ് ഗൈസ്. പാവം വെച്ച്. ഓക്കെ, ഇനി അടുത്തത് കിളി. വല്ല അർജിത വായിക്കൂ. ആണോ? ശങ്കരനാണോ? ശങ്കരനല്ലേ? ശങ്കരനല്ല. ശങ്കരനാണോ? ദേവതീർത്ത്. ദേവതീർത്താണോ? കറക്റ്റ് ആൻസർ. ഉണ്ടല്ലേ? എടാ അതെന്താടാ അങ്ങനെ? സംഗതിയൊക്കെ ഇവിടെയാണോ? അത് അങ്ങനെ അങ്ങ് വരും. ഇങ്ങനെ വരും. കോൺഫിഡൻസ് കൂടിയ പിന്നെ അങ്ങ് പോകുന്നു. അത്രയും കോൺഫിഡൻസ് ആണ്, കൈ താഴെ ഇടാന്നല്ലേ? അപ്പൊ കോൺഫിഡൻസോട് കൂടിയിട്ട് അടുത്തത് ആരാണ്? പറയൂ. ദേവതീർത്ത്. കറക്റ്റാ. ആരാ? മതിയടാ നിർത്ത്. ശിവശങ്കരനാണോ? കറക്റ്റ് ആൻസർ. കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇമിറ്റേറ്റ് ചെയ്തത്? അടിപൊളിയായിരുന്നു. ഇവന്റെ അത് കറക്റ്റായി. ഒന്നുകൂടെ കാണിച്ചടാ, ക്യാമറ നോക്കി ഒന്നുകൂടെ കാണിച്ചടാ. അടിപൊളി. ഇനി ശിവശങ്കര, നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി സെബയാണ് ബാക്കിയുള്ളത്. സെബനെ ഇമിറ്റേറ്റ് ചെയ്യ്, കാണട്ടെ. അതെന്തത് അങ്ങനെയാണ് സെബാന്നാണ് അവന്റെ ഒരു ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ അതാ നശ്വര ചേച്ചിയാണ്. എന്നാ നീ ഇമിറ്റേറ്റ് ചെയ്തേ സെബേനെ, കാണട്ടെ. എടാ പോടാ. ഇത് നീ ആരാ ചേച്ചിയാ? ഒന്ന് മാറി നിക്കോ? എന്ത് വാങ്ങ്? പിന്നെ വേറെ അതെ, ഞാൻ ചോദിക്കട്ടെ, എല്ലാരും ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളല്ലേ? ഇത്ര നേരം എന്നെ കണ്ടോണ്ടിരിക്കുന്നില്ല, എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ? ഓർക്ക്. എന്നിട്ട് ചേച്ചിയെ കുറിച്ച് ഞാൻ പറഞ്ഞു. നീ ഇമിറ്റേറ്റ് ചെയ്യുക തന്നെ. ഇവനെ ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ എന്നെ ഇമിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ദേവതീർത്ത് ആദ്യമായിട്ടാട്ടെ എന്നെ ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യുന്നേ, കാണിക്കൂ. ഹായ്, എന്റെ പേര് മീനാക്ഷി. എന്റെ ചെരുപ്പിന്റെ വില 7000 വരും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് എന്റെ ചെരുപ്പ്. പിന്നെ മോളെ, എന്റെ കുഞ്ഞുമച്ച നേരെ ഇരിക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഓഫ് സ്ക്രീൻ പറഞ്ഞ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞത്. നീ എന്നെ ഏറിക്കാനായിട്ടല്ലേ? എന്തായാലും ഗെയിം കഴിഞ്ഞു. ലൈൻ കട്ട്. ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. നീ മതി ഇമിറ്റേറ്റ് ചെയ്തത്. അടുത്തതായി ദേവതീർത്ത് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ ഗാനമാണ് മോനെ. സെറ്റ്. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ ശ്രുതിയിൽ എങ്കാനാലാപം ഗമരി ധിമ പനി ധനിമ പനി സാനി സനി സനി പമ പമനി സരി സനി മപ രി സനി മപ. സാഗരങ്ങൾ മീട്ടും സോപാനഗീതമായി നിറയും നിൻ
ശ്രുതിയിൽ എങ്കാനാലാപം മദനയാമിനി ഹൃദയ സൗരഭം താരണമാം ശലഭങ്ങളായി നുകരാൻ നീ വരൂ മന്ദം ദേവി. അയ്യോ കിടിലം, അടിപൊളിയടാ. താങ്ക് യു ചേച്ചി. എന്താ നീ എന്റെ കൈ മരക്കി പിടിക്കാത്തത്? താങ്ക് യു ചേച്ചി. വെൽക്കം വെൽക്കം വെൽക്കം. അപ്പൊ സീസൺ 5 നിങ്ങൾ കണ്ട ഈ മുഖങ്ങൾ ഇനി സീസൺ 6 നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. അതായത് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അവരെ മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 മുടങ്ങാതെ കാണുക. ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചാറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് വിത്ത് നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പ് സിംഗർ സീസൺ 5 കണ്ടസ്റ്റൻസ്. എന്തായാലും മക്കളെ നമുക്കൊരു പാട്ട് പാടി അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ ഓക്കെ, അപ്പൊ ഓവർ ടു ദ സോങ്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. തരളമധുര മുരളിയുണരും പ്രണയഭരിത കവിതയുണരും മനസ്സുകളിൽ മധുര ഹരിത മതമഹോത്സവം. വരവീണകൾ മൃദുപാണികൾ മതമൊടു തിരുവടി തൊഴുതൽ നടനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം ദ്രുതതാളം ദ്രുതതാളം. സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഓഡിയൻസ് ഒരു ബൈ കൊടുത്താലോ? വീണ്ടും നിങ്ങളെ പറയടാ, ഞങ്ങൾ ഇത് സീസൺ 6 കോറസിലൊക്കെ ഇടയ്ക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ കാണും. ബൈ ബൈ. ബൈ.